അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കമ്പനിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നമ്മുടെ മാത്യു ഭായി ആണ്. ഏകദേശം മാത്യു ഭായി ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് എത്ര വർഷമായി? 1993 ആണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്. 1993 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 32 ഇയേഴ്സ്. ഏകദേശം എന്റെ പ്രായത്തിന്റെ അടുത്ത് നിങ്ങൾ ഇവിടെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ വന്നത് ഈ കമ്പനിക്ക് തന്നെ അല്ലേ? 32 വർഷമായി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. വന്ന സമയത്തുള്ള ഒരു UAE ആണോ ഇപ്പൊ ഉള്ളത്? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പണ്ടെന്നാങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാനൊക്കാവുന്ന രീതിയിലല്ല. ഈ കാണുന്ന പച്ചപ്പൊന്നും ഇല്ല, ഈ ഗാർഡൻ ഇല്ല, ഈ ബിൽഡിംഗ് ഇല്ല, ഈ ബാക്കിലെ ബിൽഡിംഗ് ഇല്ല, ഈ സൈഡിലെ ബിൽഡിംഗ് ഇല്ല. ഒരു ജീക്കോയുടെ അക്കോമഡേഷൻ മാത്രമുണ്ട് ആ സൈഡിലുണ്ട്. ബാക്കി ഈ ഭാഗം എന്ന് പറഞ്ഞ് മൊത്തം മണ്ണ. ഇന്നത്തെ ഞാൻ താമസിച്ചിരുന്നത് 15 വർഷത്തോളം ദുബൈയിലാണ് താമസിച്ചത്. ദേറയിൽ നിന്ന് ഞങ്ങൾ 25 മിനിറ്റ്സ് എടുക്കും ഇവിടെ എത്താൻ. ഇന്ന് എത്ര മണിക്കൂർ എടുക്കും? ഒരു 25 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഇന്നാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കണം ദേറയിൽ ഇവിടെ വരെ എത്തണമെങ്കിൽ. അത്രമാത്രം ട്രാഫിക്. അതുപോലെ നിങ്ങൾ വന്ന സമയത്ത് ഒരു UAE ദിറംസിന് നിങ്ങൾക്ക് എത്രയായിരുന്നു? 115 ദിറംസ് കൊടുത്തെങ്കിലേ ഒരു 1000 രൂപ നാട്ടിൽ. 115 ഇന്ന് 115 ദിറംസ് കൊടുത്താൽ 2800 രൂപയോളം കിട്ടും. അപ്പൊ അന്ന് അത്രയും മൂല്യം ഉണ്ടായിരുന്നു ഇന്ത്യന്റെ. ഇപ്പൊ മൂല്യം ഇടിഞ്ഞ് ഒരു പവന് 24 ദിറംസേ ഉള്ളൂ. ഒരു പവന് ഒരു പവന് 24 ദിറംസ്. അപ്പൊ 100 പവൻ അന്ന് മേടിക്കാൻ നിങ്ങൾക്ക് ഏകദേശം 2400 ദിറംസ്. ഇപ്പൊ ഒരു പവൻ കിട്ടൂ, അരപ്പവൻ കിട്ടൂല 2400 ദിറംസ്. കിട്ടത്തില്ല. നമ്മളിങ്ങനെ വിചാരിക്കും അന്നൊക്കെ കുറച്ച് വാങ്ങി വെച്ചാൽ മതി. അന്ന് ഇനി അത്രയും മൂല്യം ഉണ്ടായിരുന്നില്ല പൈസക്ക്. അന്ന് 10 രൂപക്കൊക്കെ ഭൂമി കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാലല്ലേ. അന്ന് നമുക്ക് വളരെ ഇപ്പോഴല്ലേ ഈ ഒരു ഏക്കർ സ്ഥലത്തിനൊക്കെ അന്ന് ഞങ്ങളുടെ ഇപ്പം പറയുന്നത് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണിച്ചു കൊടുക്കും ഒരു ഏക്കർ സ്ഥലം നിങ്ങൾക്ക് തന്നേക്കാം, 10 രൂപക്ക് തന്നേക്കാന്ന് പറയില്ലേ. അങ്ങനെ അതാണ് അന്നത്തെ വ്യത്യാസം. അപ്പൊ മാത്യു ഭായി നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല. ഈ വർക്കിന്റെ പുറമെ ഇവിടെ ഈ ഗാർഡനിങ് അതുപോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെയ്ത് അതും ഇതിന്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. നമ്മളെ ഫയറൂസ് ഗാർഡനിങ്ങിന്റെ മെയിൻ ഹെഡാണ് ഇപ്പൊ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ചില ഗാർഡനിങ് പച്ചക്കറികളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഇവിടെ തന്നെ നമ്മൾ വളർത്തിണ്ടാക്കിയത് തന്നെയല്ലേ? ഈ മുളകുകള് നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത് വളരെ പ്രജ്ഞം കഴിച്ചിട്ടാണ് ഇത് കരിവേപ്പിന്റെ ഇതെന്താ ചേമ്പോ? അതെ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേമ്പാണിത്. ചേമ്പ്, മുളക്. ഇതെന്താണ് നമ്മൾ പൂവിട്ടേക്കുന്നത്? ഇത് പിന്നെ ഇവിടെ വെള്ളരിയുണ്ട്, പിന്നെ മത്തയുണ്ട്. കാണുന്നത് തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്. പച്ചമുളക് എല്ലാം പുതിയതായിട്ട് നട്ട് വെക്കുക. ഇനിയിപ്പം ഈ മഴയുള്ള സമയം ആകുമ്പോഴും പെട്ടെന്ന് എല്ലാം നന്നായിട്ട് ഉണ്ടാവുന്നില്ല. പിന്നെ ഇവിടെ നല്ലോണം പിടിക്കുമല്ലോ. ഇത് തണ്ണിമത്തൻ്റെത്, ചീര, പിന്നെ ഒരു കൂടെ ചേന നട്ടിട്ടുണ്ട് ഞാൻ. ചേന. നീ കുറച്ച് കപ്പയും വാഴയൊക്കെ നാട്ടിൽ നിന്ന് കൊടുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലേ പിന്നെ ഇവിടെ പണി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ വന്ന് പറിച്ചു പോവാ.